അച്യുതാനന്ദൻ സ്വാമി 3 വെടി ഇവിടെ കേട്ടിട്ടുണ്ടോ? അച്യുതാനന്ദൻ സ്വാമി 3 വെടി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അമ്പലത്തിലാണോ? അമ്പലത്തിൽ, കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ അമ്പലത്തിൽ, ശബരിമലയ്ക്ക് പോയിട്ടുള്ള ആദ്യത്തെ CPM മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. അതെന്താണെന്നറിയോ? 2007 ഡിസംബർ 30 അച്യുതാനന്ദൻ ശബരിമലയ്ക്ക് പോയത്. അപ്പോൾ 5 കിലോമീറ്റർ ആണല്ലേ സിനുകോട്ടിലെ, പിന്നെ പമ്പയിൽ നിന്ന് സന്നിധാനം വരെ 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്ററാണ്. അങ്ങനെ നടന്നു നല്ല ഊപ്പാട് വരും. അതെ. അപ്പോൾ വൈകുന്നേരം 5:45 VS ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഓർക്കണം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, അതും VS അച്യുതാനന്ദനെ പോലെ കാര്യരുമ്പിൻ്റെ കരുത്തുള്ള VS അച്യുതാനന്ദൻ ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നു VSൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസി അങ്ങനെ ഉറങ്ങിക്കിടപ്പുണ്ട്, ഒരു ഹിന്ദു ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ കരുതുന്നു. അതിലേക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, VS മരിച്ചപ്പോൾ VS ഒരു ദേശീയവാദിയും കൂടിയായിരുന്നു. ഭാരതം പുള്ളിക്ക് പരമപ്രധാനമായിരുന്നു. ചൈനയും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തം കൊടുത്തു VSനെ പാർട്ടി നടപടിയെടുത്തു. ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തം കൊടുക്കുകയോ, എന്തൊരു തെന്മാടിത്തരം എന്ന് പറഞ്ഞ് ശിക്ഷിച്ച പാർട്ടിയാണ് VSനെ. ചങ്കിലെ ചൈനയെ തള്ളിപ്പറഞ്ഞു, തള്ളിപ്പറഞ്ഞത്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ചൈനയാണെങ്കിലും എൻ്റെ രാജ്യത്തെ ആക്രമിച്ചാൽ എൻ്റെ രാജ്യത്തെ പട്ടാളക്കാർക്ക് വേണ്ടി ഞാൻ ചോര കൊടുക്കുമെന്ന് പറഞ്ഞ VS അല്ലേ? ആ VSനെ ശിക്ഷിച്ച പാർട്ടിയാണ് ഈ പാർട്ടി. പിന്നെ ചിലർ പറഞ്ഞു കേട്ടിട്ട്, രേഖകൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടാവുന്നതാണ്. VSൻ്റെ എറണാകുളത്ത് വന്ന ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയെന്നറിയോ? ആലുവ പാലസ്. ആലുവ പാലസിൽ താമസിക്കും. എല്ലാ വർഷവും മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എല്ലാ വർഷവും കർക്കിടക വാവിൻ്റെ തലേദിവസം VS ആലുവ പാലസിൽ വരുമായിരുന്നു. തലേദിവസം ആലുവ പാലസിനോട് ചേർന്നാണ് അദ്വൈതാശ്രമത്തിൽ നിന്ന് താൽക്കാലിക പാലം ഉണ്ടാക്കും. എവിടേക്ക്? ആലുവ മണപ്പുറത്ത് മഹാദേവൻ ഇരിക്കുകയാണ്. മഹാദേവൻ അവിടെ സ്വയംഭൂവായ മഹാദേവനാണ് ആലുവ മണപ്പുറത്തിരിക്കുന്നത്. അവിടെ ആറാട്ടില്ല, നദി ആലുവാപ്പുഴ എന്ന് പറഞ്ഞാൽ പൂർണ്ണ നദിയാണ്. പൂർണ്ണ നദി സ്വയം ഒഴുകി വന്ന് ഭഗവാനെ ആറാട്ടും. അതായത് മഴക്കാലത്ത് വലിയ വെള്ളപ്പൊക്കം വരുമ്പോൾ ആലുവ ശിവക്ഷേത്രത്തിൻ്റെ മേൽക്കൂര വെള്ളത്തിനടിയിലായിരിക്കും. അത്രമാത്രം വെള്ളം കയറും ആലുവ പുഴയിൽ. അപ്പോൾ ഈ ആലുവ പുഴ ഒരുപക്ഷെ അവിടെ പോയി തൻ്റെ അച്ഛനും അമ്മയ്ക്കും, അങ്ങനെ അച്ഛനും അമ്മയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വേദനിപ്പിക്കുന്ന ഓർമ്മകളുണ്ട്. വസൂരി ബാധിച്ച് അമ്മ അവിടെ കിടന്നതും, പഴയ കാലത്തെ വസൂരി എന്ന് പറഞ്ഞാൽ ഭീകര രോഗമായിരുന്നല്ലോ, മരുന്നില്ല. വസൂരി ബാധിച്ച് അമ്മ കിടക്കുകയും അതിൻ്റെ ഓലപ്പുരയുടെ പഴുതിലൂടെ അമ്മയെ നോക്കിക്കാണുകയും പിന്നെ അമ്മ മരിച്ചതിന് ശേഷം പായയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി അമ്മയുടെ ജഡം കൊണ്ടുപോകുന്നതൊക്കെ ഓർത്ത VS ഇപ്പോഴും അത് പറയുമ്പോൾ പലതവണ കേട്ടിട്ടുണ്ട്. VSൻ്റെ ശബ്ദം ആർദ്രമാവും, കണ്ണുകളിൽ എവിടെയോ ഒരു ചെറിയ നനവ് വരുമായിരുന്നു. അപ്പോൾ തൻ്റെ അമ്മയ്ക്ക് മോക്ഷത്തിന് വേണ്ടി ബലിയിടാൻ VSന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ VSന് പോയി ബലിയിടാൻ പറ്റില്ല. ഒരുപക്ഷെ അതുകൊണ്ട് ആലുവ മണപ്പുറത്ത് നേരെ ഇപ്പുറത്തിരുന്ന് മനസ്സുകൊണ്ട് പിതൃതർപ്പണം നടത്തിയിട്ടുണ്ടാവാം VS. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കരുതുന്നു. ഇപ്പോൾ EMS ആര്യ അന്തർജനത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പഴനിയിലും വിട്ടിട്ടുണ്ട്, പുള്ളി താഴെ ഇരുന്നിട്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ദൈവം ഇല്ല എന്നൊക്കെ പറയുമ്പോഴും മാർക്സിൻ്റെ ഫോട്ടോയുടെ അടിയിൽ ഭഗവാന്റെ പടം ചിലപ്പോൾ കാണും. അപ്പോൾ അതുപോട്ടെ, നമുക്ക് അങ്ങനെ ഡിസംബർ 30, 2007 മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ശബരിമല കാണണ്ടേ? അവിടെ പോയിട്ട് ഇരിക്കുന്നിടത്താണോ അയ്യപ്പൻ ഇരിക്കുന്നതെന്നൊന്നും VS ചോദിച്ചില്ല. VS പോയി. അവിടെ ആരാണ്? PK ശ്രീമതി, രാജു ഇബ്രാഹിം അല്ലേ, KC രാജഗോപാലൻ എന്നൊക്കെ CPM നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ VS അല്ലേ ഇത്രയും വയസ്സൊക്കെ ആയ ആൾ കയറുമ്പോൾ ചിലപ്പോൾ കഷ്ടപ്പെടും എന്നൊക്കെ കരുതിയിട്ട് കസേര, ഡോളി ഒക്കെ റെഡിയാക്കി VS അങ്ങനെ നടന്ന് കയറിയാണ്. പലതവണ പറഞ്ഞു അങ്ങനെ കയറിയപ്പോൾ അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ VSൻ്റെ വേഷം പരമ്പരാഗതമായി പുള്ളി എപ്പോഴും ഇടുന്ന ജുബ്ബയും മുണ്ടും ഇല്ലാതെ VSനെ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? കണ്ടിട്ടുണ്ട്. ടീഷർട്ട് ഇട്ടൊക്കെ എക്സസൈസ് ചെയ്യുന്നതും നടക്കാൻ പോകുന്ന VSനെ കണ്ടിട്ടുണ്ട്. ഏതായാലും VS അങ്ങനെ നടന്ന് വൈകുന്നേരം 5:45 നിലയ്ക്കലിൽ നിന്ന് പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് കയറ്റം കയറി തുടങ്ങി. അപ്പം നടന്ന് പോകുമ്പോൾ ഇടയ്ക്ക് പറഞ്ഞു, ഒന്നിരുന്നോളൂ എന്ന് പറഞ്ഞു. VS പറഞ്ഞു, ഞാനിരിക്കത്തില്ല. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. പൂയംകുട്ടിയിൽ വലിയ കുത്തനെയുള്ള ഒരു കയറ്റത്തിൽ നിൽക്കുമ്പോൾ താഴെ അടിവാരത്തിൽ ഏലം കൃഷി ചെയ്തിരിക്കുന്നു. അപ്പോൾ കുത്തനെ ഇറങ്ങിപ്പോയാലേ മഞ്ഞളൻ കാട് വെട്ടിപ്പിടിച്ച്
കൃഷി ചെയ്തിരിക്കുന്ന ഏലം കാണാൻ പറ്റുള്ളൂ. ഞാൻ കൂടെയുണ്ട്. അപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന വേറൊരാൾ പറഞ്ഞു, സഖാ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ കുത്തനെയുള്ള ഇറക്കത്തിൽ ഓടി ഇറങ്ങിപ്പോയി താഴെ ചെന്നിട്ട് 2-3 ഏലച്ചെടി പറിച്ചുകൊണ്ട് വന്നിട്ട് വി എസിൻ്റെ കൈ കൊടുത്തു, ഇത് പിടിച്ചോ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. വി എസ് അത് മേടിച്ചിട്ട് ഒറ്റ ഏറ് കൊടുത്ത്, എനിക്ക് പറിക്കാനുള്ള ഞാൻ പറിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കിഴ്ക്കാന്തൂക്കായ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങി താഴെ ചെന്ന് വി എസ് പറിച്ചെടുത്തു ഏലം. എന്നിട്ട് ആ ചിത്രമാണ് പത്രങ്ങളിൽ വന്നത്, ചാനലുകളിൽ വന്നത്. എന്നിട്ട് ആ വി എസ് ആ കയറ്റം കയറി മുകളിലേക്ക് വന്നു. കുത്തനെയുള്ള ഇറക്കമാണ്. അപ്പോൾ പൂയംകുട്ടിയിലും മതികെട്ടാനിലും ഒക്കെ കയറിയ കയറ്റം ശബരിമലയായിട്ട് നോക്കുമ്പോൾ ഒന്നുമല്ല എന്ന് വി എസ് പറഞ്ഞിട്ടുണ്ട് ശബരിമലയ്ക്ക് പോയതിനെ കുറിച്ച്. ഇത് 5 കിലോമീറ്റർ, അത് എത്ര കിലോമീറ്റർ? അപ്പോൾ എനിക്കറിയാം, അന്ന് ഞാൻ നേരിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ കഥയിലേക്ക് വരാം. അങ്ങനെ വി എസ് കയറുകയാണ്. വി എസ് പറഞ്ഞു, എന്നെ ആരും ഇരുത്തണ്ട, അന്ന് നിന്റെ നീ പറിച്ച ഏല എന്നെ പിടിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്നെ ആരും ഇരുത്തണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ വി എസ് കയറിക്കൊണ്ടു. അപ്പം നീലിമലയെത്തി, അപ്പാച്ചിമേടെത്തി. വി എസ് കുലുങ്ങുന്നില്ല, വി എസ് പയറ് പോലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വയസ്സുണ്ട്? ഇന്നിപ്പം 2007, അപ്പോൾ 18 വർഷം മുമ്പ് അല്ലേ? അപ്പം ഇന്ന് വി എസിന് എത്ര വയസ്സുണ്ട്? 103 വയസ്സ്. കുറച്ച് നോക്കണം. അന്നും 80-85 വയസ്സ്, 82 വയസ്സുണ്ട്. 82 വയസ്സുള്ള മനുഷ്യനാണ് ഒന്ന് വിശ്രമിക്കാതെ, ഒന്ന് കിതയ്ക്കാതെ കുത്തനെയുള്ള കയറ്റം കയറി. ഒരുപക്ഷെ അദ്ദേഹം ഉള്ളിൽ ശരണം വിളിച്ചിട്ടുണ്ടാവാം, എനിക്കറിയില്ല. അങ്ങനെ കയറി ശബരിപീഠത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് അനൗൺസ്മെന്റ്, അച്യുതാനന്ദൻ സ്വാമി ഇതാ ശബരിപീഠത്തിലെത്തിയിരിക്കുന്നു ദേവസ്വത്തിന്റെ അനൗൺസ്മെന്റ്. ഉടനെ അനൗൺസ്മെന്റ് വന്നു. ഉടനെ ശബരിപീഠത്തിൽ നിന്ന് 3 വെടി പൊട്ടിയിട്ടു. കതിര കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, ശബരിമലയിലേക്ക് ആദ്യമെത്തിയ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ആചാരപരമായ വഴിപാട് നടത്തി 3 കതിനാ വെടി പൊട്ടിച്ച് ആചാര വെടി മുഴക്കിയാണ് അന്ന് സ്വീകരിച്ചത്. അങ്ങനെ അച്യുതാനന്ദൻ പിന്നെയും അപ്പം നടന്നു. അപ്പോൾ എനിക്ക് ആ അനൗൺസ്മെന്റ് വലിയ കൗതുകമാണ് അല്ലേ? നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ സ്വാമി ഇതാ ശബരിപീഠത്തിലെത്തിയിരിക്കുന്നു. അപ്പൊ ഈ പോകുന്ന വഴിക്ക് ആളുകളൊക്കെ വി എസിനെ കാണുന്നുണ്ട്. വി എസ് അവരെയൊക്കെ കണ്ട് വിഷ് ചെയ്ത് അവരെല്ലാം വി എസ് എ ശരണയ്യപ്പ അതൊക്കെ വിളിക്കുന്നുണ്ട് ആളുകൾ. ആൾക്ക് വലിയ കൗതുകമാണ്, മുഖ്യമന്ത്രി വരുന്നു. പിന്നെ അവരൊക്കെ നോക്കുന്ന വി എസ് അല്ലേ? വി എസ് എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു ആണല്ലോ, പിന്നെ അച്യുതാനന്ദനാണല്ലോ. അച്യുതാനന്ദൻ ആരാണെന്നറിയാമല്ലോ. അപ്പോൾ ഭഗവാൻ വിഷ്ണുവാണ് അച്യുതൻ. അപ്പോൾ അങ്ങനെയുള്ള വി എസിനോടൊരു സ്നേഹമുണ്ട്. ഈ മണ്ഡല ശബരിമല കാലത്ത് പാർട്ടി പരിപാടിയൊന്നും വെക്കത്തില്ലല്ലോ, കാരണം ആളുകൾ മുഴുവൻ മലയിലായിരിക്കും. എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും വി എസിനെ ഇഷ്ടമാണ്. എല്ലാവരും മിക്കവാറും കയറി ഇറങ്ങി വരുന്ന മിക്കവാറും എല്ലാവരും സഖാക്കളുമായിരിക്കും. അങ്ങനെ വി എസ്, അപ്പം വി എസ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ വി എസിന് എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാൻ വേണ്ടി ഒരു സീനിയർ ഡോക്ടർ ഉണ്ടായിരുന്നു കൂടെ. പകുതി എത്തിയപ്പോൾ സീനിയർ ഡോക്ടർക്ക് അസുഖം വന്നു. സീനിയർ ഡോക്ടർ കുഴഞ്ഞുപോയി, പുള്ളിക്ക് കയറാൻ വയ്യ. പുള്ളി അവിടെ എടുത്തിട്ട് ഓക്സിജൻ പാർലറിലൊക്കെ എടുത്ത് ഓക്സിജൻ എടുപ്പിച്ചു. വി എസ് ഒന്ന് നിന്നു. വി എസ് പറഞ്ഞു, നീയാൾ അവിടെ ഇരിക്കും, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പോകുന്നതിന് മുമ്പ് ECG ഒക്കെ എടുത്തിരുന്നു വി എസിൻ്റെ. പക്ഷേ അതിനുശേഷവും ഒരു കുഴപ്പമില്ല. വി എസ് നേരെ വന്നു, അങ്ങനെ നടന്ന് കയറി 5:45 തുടങ്ങിയിട്ട് 8:50 3 മണിക്കൂർ കൊണ്ട് 3 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ട് വി എസ് മുകളിലെത്തി. നമ്മൾ കയറി എത്ര മണിക്കൂർ എടുക്കും? 5 കിലോമീറ്റർ ഉണ്ടെങ്കിലും 3 മണിക്കൂർ കൊണ്ട് വി എസ് ഒരിടത്ത് പോലും ഇരിക്കാതെ, ഒരിറ്റ് വെള്ളം കുടിക്കാതെ ഒറ്റ സ്ട്രെച്ചിൽ നടന്നു കയറി 82 വയസ്സുണ്ടായിരുന്ന വി എസ് അച്യുതാനന്ദൻ. അപ്പോൾ അതിനുശേഷമാണ് അവിടെ സന്നിധാനത്തിൽ എത്തി അവിടെ ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, എങ്ങനെയുണ്ടായിരുന്നു മലകയറ്റം? കുട്ടി പറഞ്ഞു, ഇതെന്ത്, ഇതിനേക്കാൾ പാടായിരുന്നു പൂയംകുട്ടിയും മതികെട്ടാനും. അവിടെയൊക്കെ പുല്ലുപോലെ കയറി. അപ്പം പിന്നെ എനിക്ക് ശബരിമല കയറാൻ എളുപ്പമാണല്ലോ ഇത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് വി എസ് അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം സാധിച്ചതായിരിക്കണം ആ ശബരിമല. അന്ന് സുധാകരൻ ദേവസ്വം മന്ത്രിയാണ് അല്ലേ, ജി സുധാകരൻ. അപ്പോൾ ഏതായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വി എസ് ശബരിമല എന്ന് പറയുന്ന അയ്യപ്പൻ്റെ സാന്നിധ്യം, സങ്കേതം അവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ വി എസിന് ഒരിക്കലും കെട്ടുമുറുക്കി പോകാൻ പറ്റില്ല. കാരണം നിരീശ്വരവാദം, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഒക്കെ മുന്നോട്ട് വെക്കുന്ന പാർട്ടിയുടെ സ്ഥാപകൻ 32 പേര് ഇറങ്ങിപ്പോന്ന 32 പേരിൽ ഒരാളല്ലേ സ്ഥാപക നേതാവ്, ജീവിച്ചിരിക്കുന്ന ഏകാൾ. അങ്ങനെയുള്ള വി എസിന് ആ ആഗ്രഹ പൂർത്തീകരണം കൂടിയായിരുന്നു അന്ന് ശബരിമലയ്ക്ക് പോകാന്നുള്ളത്. പിണറായി വിജയൻ പോയിട്ടുണ്ടോ? ഇല്ല. നായനാർ പോയിട്ടുണ്ടോ? ഇല്ല. PKV പോയിട്ടുണ്ടോ? ഇല്ല. അച്യുതമേനോൻ പോയിട്ടുണ്ടോ? ഇല്ല. EMS ചിന്തിച്ചിട്ട് പോലുമില്ല. അവിടെയാണ് വി എസ് അച്യുതാനന്ദൻ
ശബരിമലയ്ക്ക് പോയത് അവിടുത്തെ ഒരുക്കങ്ങൾ വിലയിരുത്താനാണെങ്കിൽ ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാർ പോയിട്ടില്ല. VS മാത്രം എന്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ VSന്റെ ഒരു ആഗ്രഹ പൂർത്തീകരണം കൂടിയായിരുന്നു. ഏതായാലും ചരിത്രത്തിൽ, ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ, ശബരിമലയുടെ ചരിത്രത്തിൽ എന്നും അതിനു മുമ്പും അതിനു ശേഷവും ഉണ്ടായിട്ടില്ലാത്ത ഒരു കൗതുകമാണ് ദേവസ്വത്തിൻ്റെ അനൗൺസ്മെന്റ്. നമ്മുടെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ സ്വാമി ഇതാ ശബരിപീഠത്തിലെത്തിയിരിക്കുന്നു, അദ്ദേഹം ഉടൻ സന്നിധാനത്തിൽ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ അച്യുതാനന്ദൻ സ്വാമി ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞ് സാക്ഷാൽ വിഷ്ണു ലോകം പോകാൻ എടുത്തിരിക്കുക. അവിടെയും ഒരുപക്ഷെ അനൗൺസ്മെൻ്റ് ഉണ്ടായിരിക്കും. ഭൂമിയിൽ നിന്ന് ജനങ്ങളുടെ ഹൃദയം ഏറ്റുവാങ്ങിയ അച്യുതാനന്ദൻ സ്വാമി ഇതാ വൈകുണ്ഠത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.